അപകടകരമായ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സജീവമായി ഇടപെടുന്നുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ. ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മുംബൈയിൽ നിന്നും വിദഗ്ധരടങ്ങുന്ന സംഘമെത്തും. ജനങ്ങൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ശക്തികുളങ്ങരയിൽ പറഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഡോർണിയൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അവർ ഓൾറെഡി നിരീക്ഷണത്തിലാണ്, അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മുംബൈയിൽ നിന്ന് 11 മണിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതിന് നടപടി സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വെസൽ അത് 11 മണിക്ക് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 അംഗ സംഘം ഓൾറെഡി അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാൽവേജ് ടീം എന്ന് പറയും, അതായത് ഇത്തരത്തിലുള്ള ഏതൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഇതിൻ്റെ റിമൂവ് ആവശ്യമാണെങ്കിലും അതിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിനാണെങ്കിലും സാൽവേജ് ടീം അതിൻ്റെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഒരു സംഘം തന്നെയാണ് എത്തിയിട്ടുള്ളത്. അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും DG ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകളും എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ചയുമായിട്ട് തന്നെയാണ് ഈ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്.